നൽകിയതിന് തന്നെ ശ്രീ മണക്കാട് സുരേഷ് സാറിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. SFSO എന്ന സംഘടനയുടെ SFSOയുടെ കൺവെൻഷൻ്റെ ആശംസ പറയുന്നതിനായിട്ട് സെറ്റോ ചെയർമാൻ ശ്രീ ചവറ ജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരിയായ ചെയർപേഴ്സൺ ശ്രീമതി L. ഉഷാകുമാരി, സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീ SM സജി, പ്രിയമുള്ള ശ്രീ കമ്പറ നാരായണൻ, ശ്രീ വൈഷ്ണവ് സുരേഷ്, പ്രിയപ്പെട്ട മറ്റു നേതാക്കൾ ശ്രീ SS ബിനു, ശ്രീ K. റഷീദ്, ശ്രീ നൗഫൽ, പ്രിയമുള്ള ജയകുമാർ, പ്രിയപ്പെട്ട രമേശ്, പ്രിയമുള്ള ശ്രീ ജോഫ്രി, പ്രിയപ്പെട്ട ശ്രീ പ്രവീൺ, ശ്രീ ജിജു തോമസ്, ശ്രീ അബ്ദുൽ സലാം, ശ്രീ ഷാജി, മറ്റ് നേതാക്കളെ, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം താണ്ടി ഈ സംഘടനയെ സജീവ സാന്നിധ്യമായി ജീവനക്കാരുടെ ഇടയിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഇതിൻ്റെ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ കൺവെൻഷൻ വേദി വ്യത്യസ്തങ്ങളായ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് കടന്നു പോകുന്നത്. ഒരു സംഘടന അതിൻ്റെ കൺവെൻഷൻ വിളിക്കുക, ആ കൺവെൻഷനിൽ സംസ്ഥാനത്തെ പ്രിയങ്കരനായ മദർ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും വലിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, സർവേ അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ ശ്രീ AP അനിൽകുമാർ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം അക്കമിട്ട് അതിനെല്ലാം അഡ്രസ്സ് ചെയ്യുകയും ഡിജിറ്റൽ സർവേ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കും, അതിനുവേണ്ടി തസ്തികകൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലം ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു സമ്മേളനത്തിലോ ജീവനക്കാരെയോ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും തസ്തിക സൃഷ്ടിക്കുമെന്ന് എവിടെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും 4 ആൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കാര്യം ചെയ്തതായി നമുക്കെടുത്ത് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? 10 വർഷമായി നമ്മുടെ 300 ദിവസത്തെ ക്ഷാമബത്തയുടെ കുടിശ്ശികയും ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചതും മെഡിസെപ്പ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ആർക്കും ഗുണകരമല്ലാതാക്കി മാറ്റിയതും, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത എത്രയെത്ര കാര്യങ്ങൾ. അതിനെതിരെ ഒരു ശബ്ദമനക്കാൻ പോലും ഇടതുപക്ഷ സംഘടനകൾ, FSCTO സംഘടനകൾ മുമ്പോട്ട് വന്നിട്ടില്ല. സെക്രട്ടേറിയറ്റിനകത്ത് കയറാൻ പോലും ഇവർക്ക് പെർമിഷൻ ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന, അത്രയ്ക്ക് നാണിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ നേതൃത്വം മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ FSCTO മാർച്ചും ധർണയും ഒക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണോ എന്തോ 19 ദിവസം അധികാരത്തിൽ വന്നിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെതിരെ ഇപ്പോഴാണ് വല്ലാതെ വർദ്ധിത വീര്യത്തോടുകൂടി പന്തമൊക്കെ കത്തിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ചാടിക്കെട്ടി ഞെരിഞ്ഞമർന്ന് ഇടതുമാറി വലതുമാറി അങ്ങനെ വരികയാണ്. എന്താണ്
ഇപ്പോൾ ശമ്പള പരിഷ്കരണം ഉടൻ കൊടുക്കണം, ക്ഷാമബത്ത കൊടുക്കണം, മെഡിസെപ്പ് ഇത് പോരാ, കൂടുതൽ ആശുപത്രികൾ വരണം, എല്ലാം പൊളിച്ചെഴുതണം. 10 വർഷക്കാലം ഒരു കാര്യവുമില്ലായിരുന്നു. ഇപ്പോഴാണ് ഇതെല്ലാം വേണ്ടത്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം 2014 ശേഷം 2019 മുൻകാല പ്രാബല്യത്തോടുകൂടി ഇവിടെ നടപ്പിലാക്കി. ആ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ശമ്പള പരിഷ്കരണങ്ങളുടെ കൂട്ടത്തിൽ 12ാമത്തെ ശമ്പള കമ്മീഷനാണ് വരാൻ പോകുന്നത്. ഒരു ശമ്പള പരിഷ്കരണം ഉഭയകക്ഷി ചർച്ചയിലൂടെ ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കിയുണ്ടായി. അപ്പോൾ ഈ ശമ്പള പരിഷ്കരണങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയും ലജ്ജാകരമായ രീതിയിൽ ഒരു പരിഷ്കരണം നടന്നത് മുമ്പുണ്ടായിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് 1.38 എന്നൊരു സംഖ്യ കണ്ടുപിടിച്ച് സ്പാർക്ക് വഴി ശമ്പളം പരിഷ്കരിച്ചു എന്നുള്ളതാണ്. സർവീസിൻ്റെ വെയിറ്റേജ് കൊടുത്തില്ല, ഒരു ആനുകൂല്യവും കൊടുത്തില്ല. എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ചില ഗിമ്മിക്സുകളായിരുന്നു ആ കണ്ടതൊക്കെ. എന്നിട്ട് അവസാനം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ക്ഷാമബത്ത കൊടുക്കുകയാണെന്ന് പറഞ്ഞ് നിലവിലുള്ള കുടിശ്ശികയെല്ലാം കൊടുക്കാനുള്ള ലക്ഷക്കണക്കിന് ഒരു താഴെത്തട്ടിലെ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ 25,000 30,000 ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലിൻ്റെ ഒരു സാഹചര്യം എടുത്താൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ 1,500 രൂപ വരെ കൂലി കിട്ടുന്ന ജോലികളുണ്ട്. പ്ലംബിംഗ് മേഖലയിൽ, നിർമ്മാണ മേഖലയിൽ ഒക്കെ വലിയ ശമ്പളം വാങ്ങി കൂലി വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പോലും കൂലിയില്ലാത്ത രീതിയിൽ, ശമ്പളമില്ലാത്ത രീതിയിൽ ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ മേഖലയെ അധപ്പതനത്തിലേക്ക് തള്ളിവിട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ 10 വർഷമാണ് കഴിഞ്ഞു പോയത്. ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ ചർച്ചാ വിഷയമായതാണ്. ആശാ വർക്കേഴ്സ് അടക്കമുള്ള ആളുകൾ, അവർക്കൊക്കെ 200-300 രൂപ, അതിനൊക്കെ അവരെല്ലാം പുച്ഛിച്ച് തള്ളിയ ഒരു സർക്കാരാണ്. ഒരു തൊഴിൽ സംസ്കാരമില്ലാതാക്കിയവരാണ്. ഒരു സമരം പോലും ചെയ്യാതെ ജീവനക്കാരുടെ ആനുകൂല്യം ചോദിക്കാൻ ഒരു ഗവൺമെന്റിനോട് വിധേയനായി മുഖ്യമന്ത്രിയായി 2 വട്ടം വീണ്ടും പ്രതിപക്ഷത്തിരിക്കുന്ന മുമ്പിലൂടെ പോകുമ്പോൾ കവാത്തു മറന്ന സംഘടനകളാണ് ഇപ്പോൾ സമരത്തിന് ഇറങ്ങിത്തിരിച്ചത്. നാണവും മാനവുമില്ലാത്ത ഈ സംഘടനകളാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ ഏറ്റവും വലിയ ദുരന്തം വിതച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. അവർക്കെതിരെയുള്ള വികാരമാണ് ജീവനക്കാരുടെ ഇടയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ആ വികാരം എന്ന് പറയുന്നത് ജീവനക്കാരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ട സംഘടനകൾ ഒത്താശ ചെയ്തു കൊടുത്ത, ഒരുപക്ഷെ യൂദാസിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് 10 വർഷം നടന്നിട്ടുള്ളത്. മന്ത്രിമാർ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും അടിമയായ ഒരു സംഘടന മാറും, ഇത്രയും വന്ധ്യംകരിക്കപ്പെട്ട ഒരു സംഘടനയായി ഇതൊക്കെ മാറുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ പോലും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അത്ര ലജ്ജാകരമായി നമ്മുടെ ശമ്പള സ്കെയിൽ, നമ്മുടെ സംവിധാനം എല്ലാം തകർത്ത് തരിപ്പണമാക്കി. ഞാൻ മുമ്പ് പല ചർച്ചയിലും പോയ ആ മഹാന്മാരുടെ പേരൊന്നും പറയുന്നില്ല. ഇവിടെ സർവേയർമാരുടെ സ്ഥലം മാറ്റം നടത്തുമ്പോൾ എങ്ങനെയാ ചെയ്തത്? 3/2017 ഉത്തരവുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിച്ചു, ഞങ്ങളെല്ലാം ജനകീയമായി മുമ്പോട്ട് കൊണ്ടുപോയി എന്നാണ് വാദോരാതെ പറയുന്നത്. എന്ത് കൊണ്ടുപോയി? തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെല്ലാം 2016 ഗവൺമെന്റ് വരുമ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ രായ്ക്ക് രാമാനം മുഴുവൻ പേരെയും മാറ്റി മറിച്ചിട്ട് പിന്നെ ഇതിനകത്തുള്ളവരെ കൈകാര്യം ചെയ്യാൻ ഒരു ഉത്തരവുണ്ടാക്കി. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. ദേശാഭിമാനി എടുക്കാത്തവരെ ഒളിഞ്ഞും മറഞ്ഞു നിന്ന് അവരുടെ ലിസ്റ്റെല്ലാം ഉണ്ടാക്കി. സംഘടനയ്ക്ക് പിരിവ് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവരെയെല്ലാം ദൂര സ്ഥലങ്ങളിലേക്ക്, കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം നടത്തി 10 വർഷം അർമാദിച്ചവന്മാരാണ് ഇപ്പോൾ പറയുന്നത് രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി സ്ഥലം മാറ്റുന്നുവെന്ന്. എവിടെയാണ് രാഷ്ട്രീയം? രാഷ്ട്രീയം 10 വർഷം പുറത്തെടുത്തവരാണ്. അവരെയാണ് മൂലക്കിരുത്തിയത്. 10-35 സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു പാർട്ടി കേരളത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ തോൽവി ഒരു പാർട്ടിക്കും ഉണ്ടായിട്ടില്ല. ഈ പുതിയ നവകേരളം സൃഷ്ടിക്കാൻ വന്ന ആളുകൾ. അപ്പോൾ അവരെ മൂലക്കിരുത്തണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, 2001 ഇതിന് സമാനമായ സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. 96 മുതൽ 2001 വരെ അധികാരത്തിലിരുന്ന നായനാരുടെ ഗവൺമെൻറ്റാണ് ഇതുപോലെ വലിയ ബോംബ് സ്ഫോടനം പോലെ ഒരു വലിയ വിസ്ഫോടനം ഉണ്ടാക്കിക്കൊണ്ട് ഈ മേഖല തകർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോയി. അതിനുശേഷം
AK ആന്റണി ആ ഗവൺമെൻറ് 100 സീറ്റ് നേടി അധികാരത്തിൽ വന്നിട്ടും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. അത്രയ്ക്ക് ഗുരുതരമായ സാമ്പത്തിക വിനിയോഗം, ആ ധനവിനിയോഗം വളരെ വല്ലാത്ത രീതിയിൽ ജനകീയാസൂത്രണത്തിൻ്റെയും മാനവീയത്തിൻ്റെയൊക്കെ പേരിൽ കോടിക്കണക്കിന് രൂപ സഹാക്കൾ എത്തിച്ചുകൊണ്ട് എല്ലാം തകർത്തെറിയുന്ന സാഹചര്യമുണ്ടായി. അതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യവും സാമ്പത്തിക സാഹചര്യവുമൊക്കെയാണ് സംസ്ഥാനത്തുള്ളത്. 2,25,000 കോടി, ഏതാണ്ട് 2,4 ലക്ഷം കോടി, 2,25,000 കോടിയിലധികം രൂപയുള്ള വലിപ്പമുള്ള ബഡ്ജറ്റാണ് കേരളത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ധനമന്ത്രി കൂടിയായ VD സതീശൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ബഡ്ജറ്റിൽ പറയുന്നത് 70,000 കോടി രൂപയാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിന് പറഞ്ഞു നടക്കുന്നത് മുഴുവൻ തുകയും ശമ്പളവും പെൻഷനുമായി കൊണ്ടുപോകുന്നു എന്നാണ് ഈ 10 വർഷക്കാലവും പറഞ്ഞത്. ഇടതുപക്ഷം പറഞ്ഞ് ലോക്ഭവന് മുമ്പിലേക്ക് നിരന്തരം മാർച്ച് നടത്തിയാണ് കേന്ദ്രം എല്ലാ ഫണ്ടും പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഇരുട്ടിൽ തപ്പുന്ന അല്ലെങ്കിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഈ കാലയളവിലെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. 2,4 ലക്ഷം കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സംസ്ഥാനത്ത്, ബഡ്ജറ്റുള്ള സംസ്ഥാനത്ത്, ടേൺ ഓവറുള്ള സംസ്ഥാനത്ത് എന്തുകൊണ്ട് 70,000 കോടി രൂപ അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കുമ്പോൾ എല്ലാ സർക്കാർ ജീവനക്കാരാണ് കൊണ്ടുപോകുന്നത്? നറേറ്റീവ് ഇടതുപക്ഷ ഗവൺമെൻറ് സെറ്റ് ചെയ്തതാണ്, ഇടതുപക്ഷം സെറ്റ് ചെയ്തതാണ്, മാർക്സിസ്റ്റ് പാർട്ടി സെറ്റ് ചെയ്തതാണ്, NGO യൂണിയൻ ഉൾപ്പെടെയുള്ള FSCTO സംഘടനകൾ ഉണ്ടാക്കിയ തിരക്കഥയാണ്. ആ തിരക്കഥയാണ് ഇവിടെ വല്ലാത്ത രീതിയിൽ ഈ സാഹചര്യം മലീമസമാക്കിയിരിക്കുന്നത്. ജനങ്ങളും അങ്ങനെ വിശ്വസിക്കുന്ന രീതിയിൽ ആ നറേറ്റീവ് കൊണ്ടുപോവുകയാണ്. ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. സർക്കാർ ജീവനക്കാർ ആ പുറന്തോട് പൊളിച്ചു പുറത്തു വരണം, അവരെ ബോധ്യപ്പെടുത്തണം. ഇപ്പോൾ സർവേയർമാർക്ക് ഇവിടെ ഡിജിറ്റൽ സംവിധാനത്തിൽ സർവേ നടക്കുമ്പോൾ 3000-ഓളം പേരെ പുറത്തുനിന്ന് ജോലിക്കെടുത്തു. ഏത് വഴിക്കാണ് എടുത്തത്? എംപ്ലോയ്മെന്റ് വഴി എടുത്തു എന്നൊരു പേരുണ്ട്. ഈ എടുത്തതിലൊക്കെ രാഷ്ട്രീയ കണ്ണുകളോടുകൂടി ലിസ്റ്റ് ഉണ്ടാക്കി തയ്യാറാക്കി 3 ലക്ഷം പേരെ പിൻവാതിൽ നിയമനം നടത്തിയ 10 വർഷക്കാലമാണ് കടന്നുപോയത്. PSCയെ തകർത്ത് തരിപ്പണമാക്കി. പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതാൻ കുട്ടികൾ കാത്തു നിൽക്കാതെ രാജ്യം വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കി. ഇതെല്ലാം ഈ വൈരാളികന്മാർ ഇതിന് ഏർപ്പാട് ചെയ്തു കൊടുക്കുന്ന ആളുകൾ ചെയ്തതാണ്. ഇവിടെ ശമ്പള പരിഷ്കരണം അട്ടിമറിക്കപ്പെടുന്നു. എല്ലാ സാഹചര്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന് അതിനെപ്പറ്റി രണ്ടാമത് ആലോചിക്കണമെന്ന നിലയിലേക്ക് എത്തിച്ചത്, അത് ഇരുന്ന് ചിന്തിക്കണം എന്ന് ആലോചിച്ചത്, അല്ലെങ്കിൽ വീണ്ടും ചില കേന്ദ്രങ്ങളിൽ നിന്ന് 10 വർഷമാക്കാൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നതും ഈ വിദ്വാൻമാരാണ്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ സാധൂകരിക്കുകയും രാഷ്ട്രീയമായി ഗവൺമെന്റിനെ തേജോവധം ചെയ്യാൻ, സോഷ്യൽ മീഡിയ വഴി ഇല്ലാത്തത് പ്രചരിപ്പിക്കാൻ, 10 വർഷം കഴിഞ്ഞ് ശമ്പള പരിഷ്കരണം ഉള്ളൂ എന്നുള്ള ഒരു റീലുണ്ടാക്കി അല്ലെങ്കിൽ അതങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാക്കിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിടുമ്പോൾ വീണ്ടും ഗവൺമെന്റിന്റെ മുഖം അല്ലെങ്കിൽ അത് വികൃതമാക്കാൻ തുടക്കത്തിൽ തന്നെയുള്ള ശ്രമമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സംവിധാനമല്ല ഐക്യ ജനാധിപത്യ മുന്നണി. ആ മുന്നണി 2004 സംസ്ഥാനത്തെ പണിമുടക്കിനെ തുടർന്നുള്ള സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2004 നടന്ന തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും ഐക്യ ജനാധിപത്യ മുന്നണി പാർലമെന്റിൽ തോൽക്കുകയുണ്ടായി. ആ സാഹചര്യം സർക്കാർ ജീവനക്കാരുടെ അജിറ്റേഷനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റമാണ്. ആ മാറ്റം അതുപോലെ ഒരു മാറ്റമാണ്, കൊടുങ്കാറ്റാണ് 2026 ഈ തെരഞ്ഞെടുപ്പിലും കണ്ടത്. അതെല്ലാം നല്ല ബോധ്യമുള്ളതാണ്. UDFന്റെ നേതാക്കൾ, ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, അവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളെയെല്ലാം വിശ്വാസയിലെടുത്ത് സർക്കാർ സർവീസും സംവിധാനവും സാധാരണക്കാരുടെ വീടുകളിൽ നിന്ന് മത്സര പരീക്ഷ എഴുതി വരുന്നവരുടെ ഒരു ശക്തമായ സിവിൽ സർവീസ്, ജനകീയ അടിത്തറയുള്ള ഒരു സിവിൽ സർവീസ് 102 സീറ്റ് നേടി വലിയ ഭൂരിപക്ഷം, തിളക്കമാർന്ന ഏറ്റവും ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഭൂരിപക്ഷമുള്ള ഒരു ജനകീയ ഗവൺമെന്റാണ് ഈ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്.
അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരുമെല്ലാം അതിൻ്റെ ഏറ്റവും മകുടോദാഹരണമാണ്. അല്പം മുമ്പ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ജീവനക്കാരുടെ കൂട്ടായ്മയിൽ വകുപ്പ് മന്ത്രി വന്ന് ആ വകുപ്പിൽ നടത്താൻ പോകുന്ന കാര്യങ്ങൾ പ്രോജ്വലമായ രീതിയിൽ അക്കമിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച് മുമ്പോട്ട് കടന്നുപോയത്. തസ്തിക സൃഷ്ടിക്കും, ഡിജിറ്റൽ സർവേ തുടരും, അതിനകത്ത് ഉണ്ടായിട്ടുള്ള അന്വേഷണം, ഇപ്പോൾ നടക്കുന്ന അന്വേഷണമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കും, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും. 800 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതിൽ 140 കോടി രൂപയുടെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിയത് മാറ്റിവെച്ചത്, പുതിയ വാങ്ങിയത് 340 കോടി രൂപയുടെ മറ്റ് രണ്ടാമത് വന്നിട്ടുള്ളത് ടോട്ടൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഉപയോഗിക്കാത്ത ഉപകരണങ്ങൾ, ഇതിനൊക്കെ കുറ്റക്കാർക്കെതിരെയുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആരൊക്കെ ഇവിടെ ഇതിൽ കൈയിട്ട് വാരിയോ അവനൊക്കെ കണക്ക് പറയണം. ഓരോരുത്തരായിട്ട് അകത്ത് പോകുന്ന സാഹചര്യമാണ്. അതിന് 5-6 പേരെ ചേർന്ന് നിന്ന് കാറിൻ്റെ പുറത്ത് കട്ടയെടുത്ത് എറിഞ്ഞുകൊണ്ടൊന്നും ഇടിയോ എല്ലാവരും ഓടിപ്പോകുമെന്ന് വിശ്വസിക്കേണ്ട. തൂക്കി അകത്തിടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഓർക്കണം. രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലം മാറ്റമല്ല ഇവിടെ സെറ്റോ സംഘടനകൾ നടത്തുന്നത്. അവർ നടത്തുന്നത് നീതി നടപ്പിലാക്കുകയാണ്. 10 വർഷം തെക്കു വടക്കിട്ട് അടിച്ച ആളുകളെ ഒരു ദിവസം അവർക്കൊരു ന്യായം നടപ്പിലാക്കി കൊടുക്കുകയാണ്. അത് രാഷ്ട്രീയ പ്രേരിത സ്ഥലം മാറ്റമല്ല, അവർക്ക് നീതി ലഭ്യമാക്കുകയാണ്. അതിന് ജനാധിപത്യ സംവിധാനം ഉപയോഗിക്കുകയാണ്. അതാണ് വാസ്തവം. ഏതായാലും ഈ പ്രധാനപ്പെട്ട ഈ സമ്മേളനം, ഈ കൺവെൻഷൻ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടതിൽ സെറ്റോ ഘടക സംഘടനയായി SFSOയുടെ ഒരു അപ്പീൽ കൂടി ഇതിൽ വന്നിട്ടുണ്ട്. അത് ബഹുമാന്യനായ ശ്രീ മണക്കാട് സുരേഷും അതുപോലെ തന്നെ മന്ത്രിയും എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അത് വളരെ ആലോചിച്ച ആ കാര്യത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാവരെയും സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സെറ്റോ സംസ്ഥാന സമരസമിതിയുടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.